students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 7th lecture on Goods and Services Tax. This lecture is based on background of GST, which is the first module in the subject Goods and Services Tax for semester 6 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about preparation for GST, and in this lecture, we are going to discuss about the topic advantages of GST. First one is elimination of multiple taxes, tax cascading and tax pyramiding. Elimination of multiple taxes, tax cascading and tax pyramiding will reduce the prices of large number of products and services. GSTയിൽ മൾട്ടിപ്പിൾ ടാക്സസിനെ, ടാക്സ് കാസ്കേഡിങ്ങിനെ, ടാക്സ് പിരമിഡിങ്ങിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ടാക്സ് കാസ്കേഡിങ്ങും ടാക്സ് പിരമിഡിങ്ങും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു എലിമിനേഷനിലൂടെ ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് റെഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഇസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇസ് അലൗഡ് ടു എവരി ഇൻ്റർമീഡിയറി. Input tax credit is allowed to every intermediary in the supply chain. Therefore, the tax burden is transferred to the final consumer. അതായത് സപ്ലൈ ചെയിനിലെ എല്ലാ ഇൻ്റർമീഡിയറിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അലോ ചെയ്യുന്നു. സോ ഫൈനൽ കൺസ്യൂമറിലേക്ക് ടാക്സ് ബർഡൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. തേർഡ് വൺ ഇസ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ ആർ മെയ്ഡ് സീറോ റേറ്റഡ്. Exports from India are made zero rated. Indian products will become more competitive in the international market. This will boost export and manufacturing activity, generate more employment and ultimately increase GDP of the country. Under GST, exports from India are made zero rated and Indian products international market more competitive ആകുന്നു. And ഇത് എക്സ്പോർട്ടിനെയും മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയെയും ബൂസ്റ്റ് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നു, അൾട്ടിമേറ്റ്ലി കൺട്രിയുടെ GDP ഇൻക്രീസ് ചെയ്യുന്നു. ഫോർത്ത് വൺ ഇസ് സിംഗിൾ നാഷണൽ മാർക്കറ്റ്. ആഫ്റ്റർ യൂണിഫിക്കേഷൻ ഓഫ് ടാക്സ് റേറ്റ്സ്, ലോസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അണ്ടർ GST, പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ സെയിം അക്രോസ് ദ കൺട്രി. Thus, the whole country became a single national market. അണ്ടർ GST ടാക്സ് റേറ്റ്സിൻ്റെയും ലോസിൻ്റെയും പ്രൊസീജിയേഴ്സിൻ്റെയും എല്ലാം യൂണിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് ഈ ഒരു യൂണിഫിക്കേഷൻ കാരണം അക്രോസ് ദ കൺട്രി പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിം ആണ്. ദസ് ഹോൾ കൺട്രി ഒരു സിംഗിൾ നാഷണൽ മാർക്കറ്റ് ആകുന്നു. ഫിഫ്ത്ത് വൺ ഇസ് എലിമിനേഷൻ ഓഫ് ചെക്ക് പോസ്റ്റ്സ്. അണ്ടർ GST ലോ, ഗുഡ്സ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് വിത്ത് ആൻ ഇലക്ട്രോണിക് വേ ബിൽ വിച്ച് ഇസ് സഫിഷ്യൻറ്റ് ടു മോണിറ്റർ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം എനിവെയർ വിത്തൗട്ട് മച്ച് ഫിസിക്കൽ വെരിഫിക്കേഷൻ. GST ലോയിൽ ഒരു ഇലക്ട്രോണിക് വേ ബില്ലോട് കൂടി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഇലക്ട്രോണിക് വേ ബില്ല് എവിടെ നിന്നുമുള്ള ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ വിത്തൗട്ട് മച്ച് ഫിസിക്കൽ വെരിഫിക്കേഷൻ മോണിറ്റർ ചെയ്യുവാൻ സഫിഷ്യൻ്റ് ആണ്. സിക്സ്ത് വൺ ഇസ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ് ഹെൽപ്സ് ടു അവോയ്ഡ് ഡിലേ ഇൻ ടാക്സ് കളക്ഷൻ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും റിട്ടേൺസും എല്ലാം GST സിസ്റ്റത്തിൽ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഓൺലൈൻ സബ്മിഷൻ വഴി ടാക്സ് കളക്ഷനിലും റിലേറ്റഡ് പ്രോബ്ലംസിലുമുള്ള ഡിലേ അവോയ്ഡ് ചെയ്യുവാൻ കഴിയുന്നു. സെവൻത്ത് വൺ ഇസ് ഇലവേറ്റഡ് ദ ഇന്ത്യൻ ടാക്സേഷൻ സിസ്റ്റം ഇൻ ടു ഇൻ്റർനാഷണൽ ലെവൽസ്. വിത്ത് വൈഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, GST system has elevated the Indian taxation system to international levels and norms. GST സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വൈഡ്ലി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വൈഡ് ആപ്ലിക്കേഷനോട് കൂടി GST സിസ്റ്റം ഇന്ത്യൻ ടാക്സേഷൻ സിസ്റ്റത്തിനെ ഇൻ്റർനാഷണൽ ലെവൽസിലേക്കും നോംസിലേക്കും എലവേറ്റ് ചെയ്യുന്നു. എയ്ത്ത് വൺ ഇസ് കോമ്പോസിഷൻ സ്കീം ഫോർ സ്മോൾ ബിസിനസ്സസ്. അണ്ടർ GST, സ്മോൾ ബിസിനസ്സസ് വിത്ത് എ ടേൺ ഓവർ ഓഫ് ₹20 to 75 lakh can benefit as it gives an option to lower taxes by utilizing the composition scheme. GSTയിൽ 20 ലക്ഷം മുതൽ 70 ലക്ഷം വരെ ടേൺ ഓവർ ഉള്ള സ്മോൾ ബിസിനസ്സസിന് കോമ്പോസിഷൻ സ്കീം എന്ന GSTയിൽ ഉൾപ്പെടുന്ന ഒരു സ്കീം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ടാക്സസ് ലോവർ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ സ്മോൾ ബിസിനസ്സസിന് ഇതൊരു ബെനഫിറ്റ് ആണ്. നയൻത്ത് വൺ ഇസ് നോ പേഴ്സണൽ ഇൻ്റർഫിയറൻസ് ബൈ ഓഫീസേഴ്സ്. Registration, returns, refunds, tax payments, etc. are simplified and digitalized.
All interactions are through the common GSTN portal. There is reduced bureaucratic corruption. GSTയിലെ രജിസ്ട്രേഷനും റിട്ടേൺസും റീഫണ്ട്സും ടാക്സ് പേയ്മെൻറ്റ്സും എല്ലാം സിംപ്ലിഫൈ ചെയ്യുകയും ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻട്രാക്ഷൻസും നടക്കുന്നത് ഒരു കോമൺ GSTN പോർട്ടൽ വഴിയാണ്. സോ അവിടെ ഓഫീസേഴ്സിൻ്റെ പേഴ്സണൽ ഇൻ്റർഫിയറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. Thereby there is reduced bureaucratic corruption. 10th one is tax exemption for essential basic items. A large number of products, especially agricultural, have been either exempted from tax or included in the lower tax bracket. അതായത് ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ്, എസ്പെഷ്യലി അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ടാക്സിൽ നിന്നും എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലോവർ ടാക്സ് ബ്രാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 11th one is elimination of black money. Black money is nothing but untaxed income. Under GST system, every transaction is digitally recorded and monitored so that it is very difficult for the intermediary to evade tax. Black money എന്ന് പറയുന്നത് അൺടാക്സ്ഡ് ഇൻകത്തിനെയാണ്. GST സിസ്റ്റത്തിലെ എല്ലാ ട്രാൻസാക്ഷൻസും ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറീസിന് ടാക്സ് ഇവേഡ് ചെയ്യുവാൻ വളരെ ഡിഫിക്കൽട്ടാണ്. Hope you all understand about advantages of GST. Thank you.